ക്രൈംബ്രാഞ്ച് തെളിഞ്ഞു. അതായത് പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള കൊലപാതകം, മനഃപൂർവ്വം നടത്തിയ കൊലപാതകം, ഇതെല്ലാം വ്യക്തമാണ് എന്നുകൂടി കോടതി മനസ്സിലാക്കുന്നു. ഏതായാലും കോടതി വിധിയുടെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വിനോദം, ഷാരോണിന്റെ കുടുംബം ഈ വിധി പകർപ്പ് വായിക്കുന്നത് കേട്ട് കോടതി മുറിക്കകത്തുണ്ട്. ഉറപ്പാണ് അത്യന്തം വൈകാരികപരമായിട്ടുള്ള രംഗങ്ങളിലേക്കായിരിക്കും ഇത്. ഏത് തരത്തിലുള്ള ശിക്ഷാവിധിയാണ് പുറത്തു വരുന്നതെങ്കിൽ പോലും 556 പേജുള്ള വിധി പകർപ്പാണ്. അതുകൊണ്ട് അന്തിമ വിധി എന്താകുമെന്നുള്ളതിലേക്ക് ഇനിയും കാത്തിരിക്കേണ്ടതായി വരുന്നു. കോടതിയിൽ നിന്ന് എന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ വിനോദ്? അപർണ, ഇപ്പോൾ കോടതി വിധിയുടെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നു. മരിക്കാൻ കിടക്കുമ്പോഴും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ വിധി പകർപ്പ് അല്ലെങ്കിൽ വിധിയുടെ ഭാഗമായി കോടതി മുറിക്കുള്ളിൽ ജഡ്ജി വായിക്കുന്നത്. ഷാരോൺ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ 24 വയസ്സാകുമായിരുന്നു. ഷാരോൺ വല്ലാത്ത പ്രണയത്തിന്റെ അടിമയായിരുന്നു എന്ന കാര്യം ഈ വിധി പകർപ്പിന്റെ ഭാഗമായി പറയുന്നു. വിവാഹം ഉറപ്പിച്ചതിന് ശേഷമാണ് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടത്. ഷാരോണുമായി ഗ്രീഷ്മ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന്റെ തെളിവുകളുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഈ വിധി പകർപ്പിന്റെ ഭാഗമായി, വിധിയുടെ ഭാഗമായി വരുന്നുണ്ട്. വിധി വായിക്കുകയാണ്, വിധി പകർപ്പല്ല, വിധി ഇപ്പോൾ വായിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നു. പോലീസിനൊരു വിമർശനമുള്ളത്, നല്ല രീതിയിൽ അന്വേഷിച്ചു എന്ന് ആദ്യഘട്ടത്തിൽ പറയുന്നു. പുതിയ കാലഘട്ടത്തിനനുസരിച്ച്, മാറിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള അന്വേഷണം നടന്നു. ഒരു ഉദ്യോഗസ്ഥന്റെ പേര് പറയുന്നില്ല, എല്ലാവരെയും അഭിനന്ദിക്കുന്നു എന്ന കാര്യം പറയുന്നു. എന്നാൽ 307 പോലീസ് ചുമത്തിയില്ല എന്ന കാര്യം ഒരു ചൂണ്ടിക്കാട്ടലായുണ്ട്. അത് ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. കാരണം നേരത്തെ കൊലപ്പെടുത്താൻ ശ്രമം നടന്നുവെങ്കിൽ അത് വധശ്രമത്തിന്റെ കുറ്റം കൂടി ചുമത്തേണ്ടി വരും. കൊലപാതക കുറ്റമാണ് ഗ്രീഷ്മയ്ക്കെതിരെ കുറ്റപത്രത്തിൽ ചുമത്തിയിരുന്നത്. അങ്ങനെയെങ്കിൽ ഈ എന്തുകൊണ്ട് നേരത്തെ ഇപ്പോൾ ഇവർ പറയുന്ന വാദങ്ങൾ, പ്രോസിക്യൂഷൻ പറയുന്ന വാദങ്ങൾ ശരിയാകണമെങ്കിൽ, അതിൻ്റെ നിയമപരമായി അതിന് പിന്തുണ ലഭിക്കണമെങ്കിൽ ആ വധശ്രമം കൂടി ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തണമായിരുന്നു. ഇത് കൊലപാതകം മാത്രമാണ്. കൊലപാതകം, ഗൂഢാലോചന, തട്ടിക്കൊണ്ടുപോകൽ, തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ നിൽക്കുമ്പോൾ വധശ്രമം പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ഇതിനകത്ത് നിന്ന് വിട്ടുപോയി എന്നൊരു കാര്യമാണ് ചൂണ്ടിക്കാട്ടലായി വരുന്നത്. ഷാരോണിന് പരാതി ഉണ്ടോ ഇല്ലയോ എന്നത് പ്രസക്തമല്ല. മരിക്കാൻ കിടക്കുമ്പോഴും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചു. കുറ്റകൃത്യം നടന്നാൽ ശിക്ഷ ഉറപ്പാക്കേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്വമാണെന്ന് കൂടി ജഡ്ജി പറയുന്നു. അപർണ, വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളിലേക്ക് അദ്ദേഹം പോവുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള നിയമത്തിന്റെ അല്ലെങ്കിൽ നിയമത്തിന്റെ ആനുകൂല്യമോ മറ്റെന്തെങ്കിലും ഒരു സാഹചര്യമോ ഗ്രീഷ്മയ്ക്ക് അനുകൂലമായി ഒരു പരാമർശത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. സെക്സ് ചെയ്യാൻ എന്ന് പറഞ്ഞ് ആണ് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. അതായത് ലൈംഗികത പറഞ്ഞാണ് ഷാരോണിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത്. വിവാഹ ഉറപ്പിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിൽ വിളിച്ചു വരുത്തിയത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ വിധിയുടെ ഭാഗമായി ഇപ്പോൾ ജഡ്ജി ഈ കോടതിയിൽ വായിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്.